ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ 7.5 പൊന്നാനയുടെ മാറ്റ് പരിശോധിക്കണമെന്ന് ഹൈക്കോടതി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ചീഫ് വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി ഓഫീസർക്കാണ് നിർദ്ദേശം. ക്ഷേത്രത്തിലെ രജിസ്റ്ററുകളും 7.5 പൊന്നാനയും നേരിട്ട് പരിശോധിക്കാനാണ് ഇടക്കാല ഉത്തരവ്. ഒരു ഭക്തൻ നൽകിയ പരാതിയിൽ സ്വമേധയാ നടപടി സ്വീകരിക്കുകയാണ് ഹൈക്കോടതി. രേഷ്മ ബാബു ഒരിക്കൽ കൂടി ചേരുകയാണ്. രേഷ്മ, ഈ 7.5 പൊന്നാനയുമായി ബന്ധപ്പെട്ട് ഈ ഭക്തൻ നൽകിയ പരാതി പരിഗണിച്ചുകൊണ്ട് എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്? ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ 7.5 പൊന്നാനയുടെ മാറ്റ് പരിശോധിക്കണമെന്ന് ഹൈക്കോടതിയുടെ നിർദ്ദേശം വന്നിരിക്കുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ചീഫ് വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി ഓഫീസർക്കാണ് ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശം. ക്ഷേത്രത്തിലെ രജിസ്ട്രറും 7.5 പൊന്നാനയും നേരിട്ട് പരിശോധിക്കാനാണ് ഇടക്കാല ഉത്തരവ്. ഒരു ഭക്തൻ നൽകിയ പരാതിയിൽ സ്വമേധയാ നടപടി സ്വീകരിക്കുകയായിരുന്നു ഹൈക്കോടതി. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ 7.5 പൊന്നാനയുടെ മാറ്റ് പരിശോധിക്കാനായിട്ടാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഇടപെടലും നടപടിയും ഉണ്ടായിരിക്കുന്നത്. അത്തരമൊരു നിർദ്ദേശം ഹൈക്കോടതി ദേവസ്വം ബെഞ്ചാണ് നൽകിയിട്ടുള്ളത്. ജസ്റ്റിസുമാരായ രാജ വിജയരാഘവൻ, KV ജയകുമാർ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചിന്റേതാണ് നിർദ്ദേശം. അതായത് ഒരു ഭക്തൻ നേരത്തെ ഹൈക്കോടതിയിൽ പരാതി നൽകിയിരുന്നു. 7.5 പൊന്നാനയുടെ നവീകരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട അറ്റകുറ്റപ്പണികളൊക്കെ തന്നെ നടന്നിരുന്നു. അത് സ്വാഭാവികമായിട്ടും ഈ സ്വർണം പൊതിഞ്ഞ ഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിൽ കുറഞ്ഞ മാറ്റുള്ള ലോഹം ചേർത്തിട്ടുണ്ട് എന്നുള്ളൊരു സംശയം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതായിരുന്നു പരാതിയിലെ സാരാംശം. അതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി സ്വമേധയാ നടപടി സ്വീകരിച്ചിരിക്കുകയാണ് ഇപ്പോൾ. അതിന്റെ അടിസ്ഥാനത്തിലാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ചീഫ് വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി ഓഫീസർ 7.5 പൊന്നാനയുമായി ബന്ധപ്പെട്ടുള്ള അറ്റകുറ്റപ്പണിയിലെ എല്ലാ രജിസ്റ്ററുകളും പരിശോധിച്ച ശേഷം 7.5 പൊന്നാന നേരിട്ട് കണ്ട് പരിശോധിക്കണമെന്നുള്ള നിർദ്ദേശവും ഹൈക്കോടതി നൽകിയിട്ടുള്ളത്. അതിന്റെ വിശദമായിട്ടുള്ള റിപ്പോർട്ട് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന് മുന്നിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ചീഫ് വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി ഓഫീസർ നൽകുകയും വേണം. നേരത്തെ ഈ ഒരു ഹർജി അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് സ്വമേധയാ ഫയൽ സ്വീകരിച്ചിട്ടുള്ള ഹർജി പരിഗണിച്ച സമയത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡും അതോടൊപ്പം തന്നെ ഈ ദേവസ്വം കമ്മീഷണറും ചില രേഖകളും അതോടൊപ്പം റിപ്പോർട്ടും സമർപ്പിച്ചിരുന്നു. ആ റിപ്പോർട്ടുകളിൽ പറഞ്ഞിരുന്നത് അറ്റകുറ്റപ്പണിയുടെ സമയത്തോ നവീകരണ പ്രവർത്തനങ്ങളുടെ സമയത്തോ യാതൊരു വിധത്തിലും ഈ മാറ്റു കുറയ്ക്കുന്ന തരത്തിലുള്ള ലോഹങ്ങളൊന്നും തന്നെ ഉപയോഗിച്ചിട്ടില്ല. അത് സംബന്ധിച്ചുള്ള രേഖകളൊന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതായിരുന്നു അസിസ്റ്റന്റ് ദേവസ്വം കമ്മീഷണറുടെ ഉൾപ്പെടെയുള്ള റിപ്പോർട്ട്. അതിൽ ഹൈക്കോടതി തൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നിരുന്നാലും സംശയങ്ങൾ ഉണ്ട് എന്ന് ഒരാക്ഷേപം വന്ന സാഹചര്യത്തിലാണ് അത് പരിശോധിക്കാനായിട്ട് നേരിട്ട് 7.5 പൊന്നാന കണ്ട് വിലയിരുത്തി ഒപ്പം തന്നെ ക്ഷേത്രത്തിലെ എല്ലാ രജിസ്റ്ററുകളും പരിശോധിച്ച് ഒരു റിപ്പോർട്ട് സമർപ്പിക്കാനായിട്ട് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഗൗതം.